friends, welcome back to my channel. Scientific Officer Biology 2020 PXC എക്സാമിനേഷനും അതുപോലെ ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് മൈക്രോബയോളജി റിലേറ്റഡ് ടോപ്പിക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിനകത്ത് നമ്മൾ വൈറസ്, മൈക്കോപ്ലാസ്മ, അതുപോലെ തന്നെ ആർക്കി ബാക്ടീരിയയെക്കുറിച്ചാണ് അവയുടെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്സുകളൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ് ഒക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുക, സജഷൻസ് കമൻറ്റ്സ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് പറയുക, വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണുവാനായി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഉപയോഗപ്രദമെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓർഗാനിസംസ് വിത്തൗട്ട് എനി സ്പെസിഫിക് ഷേപ്പ് ആർ മൈക്കോപ്ലാസ്മ, ബാക്ടീരിയ, വൈറസസ്, സയനോബാക്ടീരിയ. ഈ പറഞ്ഞേക്കുന്ന ബാക്ടീരിയ, വൈറസസ്, സയനോബാക്ടീരിയ ഇവർക്കെല്ലാം ഒരു സ്പെസിഫിക് ഷേപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിറ്റ് സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവയ്ക്ക് ഒരു സ്പെസിഫിക് ഷേപ്പ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? മൈക്കോപ്ലാസ്മയാണ് ഇവിടെ ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൈക്കോപ്ലാസ്മ ആർ നോട്ട് സെൻസിറ്റീവ് ടു സ്ട്രെപ്റ്റോമൈസിൻ, പെൻസിലിൻ, എറിത്രോമൈസിൻ, നിയോമൈസിൻ. ഇതിലേത് ആൻറ്റിബയോട്ടിക്കുമായിട്ടാണ് മൈക്കോപ്ലാസ്മ സെൻസിറ്റീവ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പെനിസിലിനാണ്. കാരണം പെൻസിലിനാണെങ്കിൽ ഇവയ്ക്ക് സെൽ വാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്ട്രക്ചറിനോട്ട് ഒട്ടും കോമ്പാക്റ്റബിൾ അല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ബാക്കി സ്ട്രെപ്റ്റോമൈസിൻ ആയിക്കോട്ടെ, എറിത്രോമൈസിൻ, നിയോമൈസിനൊക്കെ ഇവയുടെ ഈ സെൽ വാൾ ഇല്ലാത്ത ആ ഒരു സ്ട്രക്ചറുമായിട്ട് കോമ്പാക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ അവർ സെൻസിറ്റീവ് ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് സെൽസ് ഓഫ് മൈക്കോപ്ലാസ്മാസ് ആർ അബൌട്ട് ഡാഷ് ഇൻ ഡയമീറ്റർ. അപ്പം ഈ ഒരു മൈക്കോപ്ലാസ്മയുടെ ഏറ്റവും സ്മോളസ്റ്റ് സെല്ല് എത്ര ഡയമീറ്റർ വരും? അതാണ് ക്വസ്റ്റ്യൻ. 1 മൈക്രോമീറ്റർ, 0.3 മൈക്രോമീറ്റർ, 5 മൈക്രോമീറ്റർ, 1 മീറ്റർ. ആൻസർ എന്ന് പറയുന്നത് 0.3 മൈക്രോമീറ്റർ ആണ്. വളരെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസമാണ് ഈ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. നമ്മൾ ബാക്ടീരിയ, ആക്ച്വലി ഇതൊരു ബാക്ടീരിയ ആണ്. ബാക്ടീരിയ വിത്തൗട്ട് സെൽ വാൾ ആണ് ശരിക്കും മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഇത്രയും സ്മോളസ്റ്റ് സൈസ് ആയതുകൊണ്ട് തന്നെ ഏത് ബാക്ടീരിയൽ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്താലും അതിനകത്തൂടെയൊക്കെ ഇവരെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ബാക്ടീരിയയ്ക്ക് വരാൻ പറ്റാത്ത ഫിൽറ്റേഴ്സിനകത്തു നിന്നൊക്കെ നമുക്ക് ഈ മൈക്കോപ്ലാസ്മ ചിലപ്പം ആ ഒരു പോർസിലൂടെ വന്നു എന്നിരിക്കും. കാരണം അത്രയും സ്മോളസ്റ്റ് ആണ് ഈ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. That mycoplasmas can be cultivated in vitro on non-living media as dash. നമ്മൾ ഈ മൈക്കോപ്ലാസ്മയെ ഒരു നോൺ ലിവിങ് മീഡിയയിൽ ഇൻവിട്രോ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ടാണ് അതിനെ കിട്ടുന്നത്? ഫാക്കൾട്ടേറ്റീവ് എയറോബായിട്ടാണോ അത് വളരുന്നത്? ഒബ്ലിഗേറ്റ് എയറോബായിട്ടാണോ? ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സ് ആയിട്ടാണോ? ഓർ മൈക്രോ എയറോഫിൽസ് ആയിട്ടാണോ വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സ് എന്നാണ്. ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സ് എന്ന് വെച്ചാൽ അവർ ആക്ച്വലി എയറോബ്സ് ആയിരിക്കും. പക്ഷേ ഇവർക്ക് ഇങ്ങനെയുള്ളൊരു നോൺ ലിവിങ് ആയിട്ടുള്ള മീഡിയയിൽ അവർക്ക് ഫാക്കൾട്ടേറ്റീവ് ആയിട്ട് അനേറോബിക്കായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ദ മൈക്കോപ്ലാസ്മാസ് റിക്വയർ വിച്ച് ഓഫ് ദി ഫോളോവിങ് സബ്സ്റ്റൻസസ് ഫോർ ഗ്രോത്ത്? ആൻസർ കൊളസ്ട്രോൾ ആണ്. നൈട്രജൻ, കാർബൺ, കൊളസ്ട്രോൾ, ഗ്ലൂക്കോസ് എന്നിവയായിരുന്നു ആ ഓപ്ഷൻസ്. ആൻസർ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what type of colonies are formed by mycoplasmas on the agar plate? അഗാർ പ്ലേറ്റിലെ മൈക്കോപ്ലാസ്മ ഏത് ടൈപ്പ് ഓഫ് കോളനീസ് ആണ് ഉണ്ടാക്കുന്നതെന്നാണ്. കളർലെസ്, കളേർഡ്, ലോൺ ഫോർമേഷൻ, ഫ്രൈഡ് എഗ്. ഫ്രൈഡ് എഗ്, ഈ ബുൾസൈ പോലെയുള്ള ആ ഒരു നടുക്ക് ആ ഒരു എഗ്ഗിൻ്റെ യെല്ലോ അതും മറ്റേത് എഗ് വൈറ്റും ആ ഒരു ഓംലെറ്റ് ഷേപ്പിലാണ്, ഒരു ഫ്രൈഡ് എഗ്ഗിൻ്റെ ഷേപ്പിലാണ് ആക്ച്വലി ഈ മൈക്കോപ്ലാസ്മ അഗാർ പ്ലേറ്റിൽ ഉണ്ടാക്കുന്ന കോളനിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്, ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൈക്കോപ്ലാസ്മ ഈസ് യൂകാരിയോട്ടിക് ആൻഡ് യൂണിസെല്ലുലാർ, പ്രോകാരിയോട്ടിക് ആൻഡ് യൂണിസെല്ലുലാർ, പ്രോകാരിയോട്ടിക് ആൻഡ് മൾട്ടിസെല്ലുലാർ, യൂകാരിയോട്ടിക് ആൻഡ് മൾട്ടിസെല്ലുലാർ. ആൻസർ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് ആണ്. കാരണം സെൽ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസ് ഒന്നും തന്നെ ഈ പറയുന്ന മൈക്കോപ്ലാസ്മയിലില്ല. അതുകൊണ്ട് തന്നെ അവർ പ്രോകാരിയോട്ടിക് ആയിരിക്കും. അതുപോലെ തന്നെ സെപ്റ്റാസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ യൂണിസെല്ലുലാർ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ്, ദിസ് സ്പീഷീസ് ഓഫ് മൈക്കോപ്ലാസ്മ കോസസ് ഹ്യൂമൻ
സ്റ്റെറിലിറ്റി. ഇതിൽ ഏത് സ്പീഷീസ് ആണ് ഹ്യൂമണിനകത്ത് സ്റ്റെറിലിറ്റി ഉണ്ടാക്കുന്നത്? ടി മൈക്കോപ്ലാസ്മ, എം ഫെർമെൻറ്റാൻസ്, എം ഹൊമിനിൻസ് ആൻഡ് ഓൾ ഓഫ് ദി എബോവ്. ആൻസർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 3 സ്പീഷീസും എന്താണ് ഹ്യൂമൻസിൽ സ്റ്റെറിലിറ്റി ഉണ്ടാക്കുന്ന സ്പീഷീസസ് ആണ്. ഓക്കെ. Then in mycoplasma, the elementary cell body performs the function of respiration, reproduction, excretion, metabolism. ഈ മൈക്കോപ്ലാസ്മയിലുള്ള ഒരു സാധനമാണ് എലമെൻ്ററി സെൽ ബോഡി എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനാണ് ഈ പറയുന്ന ഓർഗനെല്ലയാണ് ഈ പറയുന്ന എലമെൻ്ററി സെൽ ബോഡി. ഓക്കെ. ദെൻ ദിസ് ഈസ് ബാക്ടീരിയ വിത്തൗട്ട് സെൽ വാൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബാക്ടീരിയ വിത്തൗട്ട് സെൽ വാൾ ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ വിച്ച് ഓഫ് ദ മൈക്കോപ്ലാസ്മ സ്പീഷീസസ് ഗ്രോ റാപ്പിഡ്ലി ഇൻ ബോത്ത് ബ്രോത്ത് ആൻഡ് അഗാർ മീഡിയം? ഈ കൂട്ടത്തിൽ ഏത് മൈക്കോപ്ലാസ്മയുടെ സ്പീഷീസാണ് അഗാറിലും അതുപോലെ തന്നെ ബ്രോത്തിലും ഒരുപോലെ നന്നായിട്ട് വളരുന്നത് ഇതാണെന്ന് ചോദിച്ചിരിക്കുന്നു. യൂറിയ പ്ലാസ്മ യൂറിലിറ്റിക്കം, മൈക്കോപ്ലാസ്മ ജെനിറ്റാലിയം, മൈക്കോപ്ലാസ്മ ന്യൂമോണിയെ, നൺ ഓഫ് ദി അബോവ്. ആൻസർ എന്ന് പറയുന്നത് യൂറിയ പ്ലാസ്മ യൂറിയാലിറ്റിക്കം ആണ്. Then which of the following bacteria thrive in extreme environmental conditions such as high temperature and acidic pH, the absence of oxygen and high salt concentration? ഈ പറഞ്ഞ അഡ്വേഴ്സ് കണ്ടീഷനിലൊക്കെ ജീവിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? ആർക്കി ബാക്ടീരിയ ആണ്. അപ്പം ഏത് എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചറിലും കുറവായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ, അതുപോലെ തന്നെ ഏത് പി എച്ച് ആയിക്കോട്ടെ കൂടുതലായിട്ടെ കുറവായിക്കോട്ടെ, അതുപോലെ തന്നെ ഓക്സിജൻ്റെ ആബ്സെൻസിലും അതുപോലെ ഹൈ സോൾട്ടിഷ് കണ്ടീഷനിലും ഒക്കെ ജീവിക്കാൻ സാധിക്കുന്ന ബാക്ടീരിയയാണ് ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ആർക്കി ബാക്ടീരിയ? ഫോസിൽസ്, ഹാലോഫൈൽസ്, ഫോട്ടോസിന്തറ്റിക്, ഓൾഡ് ലിവിങ് എൻറ്റിറ്റീസ്. ദീസ് ആർ ഓൾഡ് ലിവിങ് എൻറ്റിറ്റീസ് ആണ്. ഓക്കെ. ദെൻ മെഥനോജൻസ് ബിലോങ്ങിങ് ടു, മെഥനോജൻസ് എന്ന് പറഞ്ഞാൽ മീഥെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഓർഗാനിസമാണ് മെഥനോജൻസ് എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ ഏത് ആൾക്കാണ് മെഥനോജൻസിനകത്ത് ഉൾപ്പെടുന്നതെന്നാണ് ചോദ്യം. യു ബാക്ടീരിയ, ഡൈനോഫ്ലജല്ലേറ്റ്സ്, സ്ലൈമോഡ്സ്, ആർക്കി ബാക്ടീരിയ. ആൻസർ എന്ന് പറയുന്നത് ആർക്കി ബാക്ടീരിയ ആണ്. ഓക്കെ. ദെൻ ആർക്കി ബാക്ടീരിയ ഈസ് ഡിഫറെൻറ്റ് ഫ്രം യു ബാക്ടീരിയ ഈസ് ഹാവിങ് സെൽ ഷേപ്പ്, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, സെൽ മെംബ്രെയിൻ സ്ട്രക്ചർ. ആൻസർ സെൽ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. കാരണം ആർക്കി ബാക്ടീരിയയ്ക്ക് മറ്റേ സാധാരണ ബാക്ടീരിയസിനെ പോലെ തന്നെ അവർ പ്രോകാരിയോട്ടിക് ആണ്. അവർക്ക് ഈ പറയുന്ന മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സെൽ മെംബ്രെയിൻ സ്ട്രക്ചറിലാണ് ഇവർ ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളത്. ദെൻ നെക്സ്റ്റ്, എ വൈറസ് ഈസ് മേഡപ്പ് ഓഫ്. ഇനി വൈറസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നമ്മൾ മൈക്കോപ്ലാസ്മയും കഴിഞ്ഞു, ആർക്കി ബാക്ടീരിയയും കഴിഞ്ഞു. നെക്സ്റ്റ് വൈറസ് ആണ്. വൈറസ് എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോട്ടീൻ കോട്ട് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. അത് ഏത് ന്യൂക്ലിക് ആസിഡ് വേണമെങ്കിലും ആവാം, RNA ആവാം, DNA ആവാം. ദെൻ പ്രോട്ടീൻ കോട്ട് ആൻഡ് മൈറ്റോകോൺട്രിയ. ദെൻ ന്യൂക്ലിക് ആസിഡ് ആൻഡ് സെൽ മെംബ്രെയിൻ. ദെൻ ന്യൂക്ലിക് ആസിഡ്, സെൽ വോൾ ആൻഡ് സെൽ മെംബ്രെയിൻ. ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് വൈറസിനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് പ്രോട്ടീൻ കോട്ട് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. സെൻട്രൽ ന്യൂക്ലിക് ആസിഡും അതിനെ സറൗണ്ട് ചെയ്തിട്ട് പ്രോട്ടീൻ കോട്ടും. ഇത്രയാണ് ഒരു വൈറസ്, നോർമൽ ഒരു വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ദ പ്രോട്ടീൻ കോട്ട് ഓഫ് വൈറസസ് ദാറ്റ് എൻക്ലോസസ് എ ജനറ്റിക് മെറ്റീരിയൽ ഈസ് കോൾഡ് വിറിയോൺ, ക്യാപ്സിഡ്, പെപ്ലോമേഴ്സ്, കാപ്സോമിയേഴ്സ്. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ജനറ്റിക് മെറ്റീരിയലിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടല്ലോ, ആ പ്രോട്ടീൻ കോട്ടിന് മാത്രമായിട്ട് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് ക്യാപ്സിഡ് ആണ്. ഓക്കെ. ദെൻ ദ ഓർഗാനിസം കേപ്പബിൾ ഓഫ് ഡിസ്ട്രോയിങ് ബാക്ടീരിയൽ കോളനീസ് ഈസ് വിറിയോയിഡ്, വൈറസ്, ബാക്ടീരിയോഫേജ്, ടേഡ്പോൾ. ആൻസർ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയോഫേജ് ആണ്. ബാക്ടീരിയൽ കോളനീസിനെ നശിപ്പിക്കാൻ കഴിവുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് വൈറസ് ആണ്. ദെൻ ആൻ ഇൻഫെക്ഷ്യസ് വൈറൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് വൈറസ്, വിറിയോൺ, വിറിയോയിഡ്, ബാക്ടീരിയോഫേജ്. ആൻസർ വിറിയോൺ ആണ് ആൻസർ വരുന്നത്. ഓക്കെ. ഒരു വൈറൽ പാർട്ടിക്കിളിന് ഒരു വൈറസിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും. ഇപ്പം നമ്മൾ ഏതാണ് ഒരു ബാക്ടീരിയോഫേജ് എടുക്കുകയാണെങ്കിൽ അതിന് ഹെഡും ടെയിലും ഒക്കെ ഉണ്ട്. അതിനകത്ത് ഹെഡിന് മാത്രമായിട്ടൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു റീജിയന് പറയുന്ന പേരാണ് വിറിയോൺ എന്ന്. ഓക്കെ. In bacteriophage, the genetic material is RNA, DNA, both or none of these.
ബാക്ടീരിയ ഫേജിൽ കാണുന്ന ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. Then, virus were discovered by Ivanovsky, Bejernik, Stanley, D. Herle. ആൻസർ എന്ന് പറഞ്ഞാൽ ഇവാനോവിസ്കി ആണ് വൈറസ് കണ്ടുപിടിച്ചത്. A virus can produce without killing its host is called a lytic virus, retroactive virus, then temperate virus, virion. ഒരു ഹോസ്റ്റിൽ ഈ വൈറസ് കയറി പക്ഷേ ആ ഹോസ്റ്റിനെ കില്ല് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള വൈറസിന് പറയുന്ന പേരാണ് ടെമ്പറേറ്റ് വൈറസ്. കില്ല് ചെയ്യുന്നില്ല. സോ ദേ ആർ കോൾഡ് ടെമ്പറേറ്റ് വൈറസ്. ഓക്കെ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ലാർജസ്റ്റ് വൈറസ്? മെഗാ വൈറസ് ചൈലൻസിസ്, ഹാർബോ വൈറസ്, ഹെർപ്പസ് വൈറസ്, മംസ് വൈറസ്. ആൻസർ മെഗാ വൈറസ് ചൈലൻസിസ് ആണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വൈറസ് എന്ന് പറയുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് ദ കോംപ്ലക്സ് സിമെട്രി? T4 phage, adenovirus, influenza virus, all of the above. ഇക്കൂട്ടത്തിൽ ഏതിനാണ് കോംപ്ലക്സ് സിമെട്രി ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. കോംപ്ലക്സ് സിമെട്രി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാക്ടീരിയോ ഫേജിൻ്റെ ഒക്കെ ആ ഒരു സ്ട്രക്ചർ ഇല്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കൂട്ടത്തിൽ കാണിച്ചിരിക്കുന്നതിൽ ഏതിനാണ് കോംപ്ലക്സ് സിമെട്രി എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ T4 ഫേജിനാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഹെലിക്കൽ വൈറസ്? നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് ഷേപ്പ് പഠിക്കുമ്പോൾ ഞാൻ പറയാം. ഹെലിക്കൽ വൈറസ് എന്ന് പറഞ്ഞാൽ അത് ഇക്കൂട്ടത്തിൽ ഏതാണ്? TMV, ടൊബാക്കോ മൊസൈക് വൈറസ് ആണ് TMV എന്ന് പറയുന്നത്. ദെൻ T4 ഫേജ്, പോക്സ് വൈറസ്, ഹെർപ്പസ് വൈറസ്. ഇക്കൂട്ടത്തിൽ ഏതാണ് ഹെലിക്കൽ വൈറസ്? ആൻസർ എന്ന് പറയുന്നത് TMV ആണ്. ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് ദ വൈറസസ്? ഫ്രീ ലിവിങ്, ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്, ബോത്ത് A and B, നൺ ഓഫ് ദ അബോവ്. ആൻസർ എന്ന് പറയുന്നത് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വൈറസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജീവനുള്ള ഒരു ബോഡിക്കകത്തോട്ട് കയറി കഴിയുമ്പോൾ മാത്രമേ അവർക്ക് ജീവൻ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ക്രിസ്റ്റലൈൻ ഫോമിലായിരിക്കും അവർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിരിക്കും. ഓക്കെ. അവർക്കൊരു ജീവനുള്ള ഒരു വസ്തുവിൽ കയറുമ്പോൾ മാത്രമേ അവർക്ക് റീപ്രൊഡക്ഷൻ ചെയ്യാനും റെപ്ലിക്കേറ്റ് ചെയ്യാനും എന്തിനു വേണേലും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അവർ ഒബ്ലിഗേറ്റ് ആയിട്ട് അവർ പാരസൈറ്റ് തന്നെ ആയിരിക്കും. വേറെ ഒന്നുമില്ല, ഫാക്കൾട്ടേറ്റീവ് ആയിട്ടുള്ള യാതൊന്നുമില്ല. അവർ ഒബ്ലിഗേറ്റ് ആയിട്ട് പാരസൈറ്റ് മാത്രമായിരിക്കും. ഓക്കെ. Then which of the following statements are true about the tobacco mosaic virus? അവർ ടൊബാക്കോ മൊസൈക് വൈറസ് അല്ലെങ്കിൽ TMV എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? RNA വൈറസ് ആണോ, DNA വൈറസ് ആണോ, ബാക്ടീരിയോ ഫേജ് ആണോ, അതോ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണോ അവയിലുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് TMVക്കകത്തുള്ളത് RNA ആണ്. നമ്മൾ മുമ്പേ ഇവിടെ പറഞ്ഞിരുന്നത് ഏതാണ്? ഹെലിക്കൽ വൈറസ് ഏതാണെന്നാണ് പറഞ്ഞത്. അത് TMV ആണ്. അതുപോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് TMVക്കകത്തുള്ള എന്താണ് ഏത് ടൈപ്പ് ഓഫ് വൈറസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ RNA വൈറസ് ആണ് ആൻസർ വരുന്നത്. ദെൻ ദ T2 phage ഈസ് കോൾഡ് ssDNA phage, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA phage, ഡബിൾ സ്റ്റാൻഡേർഡ് DNA phage, ഡബിൾ സ്റ്റാൻഡേർഡ് RNA phage. ആൻസർ എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA phage ആണ് T2 phage എന്ന് പറയുന്നത്. The next question, which of the following virus has the smallest genome? നമ്മൾ മുമ്പ് ലാർജസ്റ്റ് വൈറസ് ഏതാണെന്ന് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ജീനോമുള്ള വൈറസ് ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻസ് റാബിസ് വൈറസ്, സിർക്കോ വൈറസ്, ഹെർപ്പസ് വൈറസ്, മിമി വൈറസ്. ആൻസർ എന്ന് പറയുന്നത് സിർക്കോ വൈറസ് ആണ്. സിർക്കോ വൈറസിനാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ജീനോമുള്ളത്. Then, the spike-like projections on the viral capsid are known as viriot, proteomeres, peplomers, capsomeres. Answer peplomers ആണ്. ഈ വൈറൽ ക്യാപ്സിഡ് എന്ന് പറയുന്നത് അവയുടെ ന്യൂക്ലിക് ആസിഡിനെ പൊതിഞ്ഞിട്ടുള്ള ആ ഒരു പ്രോട്ടീൻ കവറിങ്ങിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പുറമെ സ്പൈക്ക് പോലുള്ള കുറേ പ്രൊജക്ഷൻസ് ഉണ്ട്. അവയെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ പെപ്ലോമിയേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ മെയിൻ ഫങ്ഷൻ ഓഫ് ക്യാപ്സിഡ്? ക്യാപ്സിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കോട്ടാണെന്ന് പറഞ്ഞു. അവയുടെ മെയിൻ ഫങ്ഷൻ എന്താണ്? ഡിറ്റർമൈൻസ് ദ ആൻറ്റിജനിക് സ്പെസിഫിസിറ്റി ഓഫ് ദ വൈറസ്, പ്രൊട്ടക്ട് ജനറ്റിക് മെറ്റീരിയൽസ് ഫ്രം ന്യൂക്ലിയസ് അറ്റാക്ക്, ബോത്ത് A and B, ദെൻ നൺ ഓഫ് ദിസ്. ആൻസർ എന്ന് പറയുന്നത് ബോത്ത് A and B ആണ്. കാരണം ക്യാപ്സിഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റിജനറ്റിക് സ്പെസിഫിസിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ അറ്റാക്കിൽ നിന്ന് ആ ജനറ്റിക് മെറ്റീരിയലിനെ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതുമാണ് ആ ക്യാപ്സിഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ പ്രയോൺസ്. എന്താണ് പ്രയോൺസ് എന്ന് പറഞ്ഞാൽ?
ഓർഗാനിസംസ് കണ്ടെയ്നിങ് ഓൺലി ന്യൂക്ലിക് ആസിഡ് മാത്രമുള്ള ഓർഗാനിസത്തിനെയാണോ? പ്രോട്ടീൻസ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് റെപ്ലിക്കേഷൻ വിത്തിൻ സർട്ടൻ മമേലിയൻ സെൽസ്, ചില മമേലിയൻ സെൽസിനകത്ത് മാത്രം റെപ്ലിക്കേഷൻ നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസിനെയാണോ? അല്ലെങ്കിൽ സ്മോൾ സെൽസ് വിച്ച് ആർ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ചെറിയ സെൽസിനെയാണോ? അതോ ഫംഗൽ ടോക്സിനെയാണോ പ്രയോൺസ് എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ വിച്ച് ആർ കേപ്പബിൾ ഓഫ് റെപ്ലിക്കേഷൻ വിത്തിൻ സർട്ടൻ മമേലിയൻ സെൽസ് ആണ്. ഓക്കെ. Then antiviral substances produced by many vertebrates in response to viral infection for arresting multiplication of virus is known as. വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വൈറൽ ഇൻഫെക്ഷൻ നമ്മൾ കുറയ്ക്കുന്നു. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിവൈറൽ സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വിറിയോൺ, ഇൻ്റർഫെറോൺ, ആൻറ്റിവൈറിൻ, ആൻറ്റിജൻ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇൻ്റർഫെറോൺ ആണ്. നമ്മൾ ഈ വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വൈറൽ ഇൻഫെക്ഷൻ്റെ റെസ്പോൺസ് നമ്മൾ കുറയ്ക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോൺ ലിവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൈറസസ് ഈസ്. ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിനുള്ളിൽ കയറി കഴിയുമ്പോൾ മാത്രമേ വൈറസിന് ജീവൻ ഉണ്ടാവത്തുള്ളൂ, അല്ലാത്തപ്പോൾ അതെന്തായിരിക്കും? ക്രിസ്റ്റലൈൻ ഫോമിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നോൺ ലിവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൈറസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്വിയസ്ലി എബിലിറ്റി ടു ബി ക്രിസ്റ്റലൈസ്ഡ്. ഓക്കെ. ക്രിസ്റ്റലൈസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് ഈ വൈറസിൻ്റെ നോൺ ലിവിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ ദിസ് വൈറസ് കണ്ടെയ്ൻ ബോത്ത് DNA ആൻഡ് RNA. ഇപ്പം നമ്മൾ പറഞ്ഞ കുറേ എണ്ണത്തിനകത്ത് ചിലതിനകത്ത് DNA മാത്രമേ ഉള്ളായിരുന്നു, ചിലതിനകത്ത് RNA ഉണ്ടായിരുന്നു. അപ്പം ഈ രണ്ടും കൂടെ ഉള്ള DNAയും RNAയും കൂടിയുള്ള വൈറസ് ഏതാണ്? പോളിയോ വൈറസ് ആണോ, ഹെർപ്പസ് വൈറസ് ആണോ, സയനോഫേജ് ആണോ, ലൂക്കോ വൈറസ് ആണോ? ആൻസർ എന്ന് പറയുന്നത് ലൂക്കോ വൈറസ് ആണ്. ദെൻ നെക്സ്റ്റ്, the region in the body where poliovirus multiplies is muscle cells, nerve cells, intestinal cells, none of the above. ഈ കൂട്ടത്തിൽ ഏത് ടിഷ്യൂനെയാണ് അല്ലെങ്കിൽ ഏത് റീജിയനെയാണ് പോളിയോ വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇൻറ്റെസ്റ്റിനൽ സെൽസിലാണ്. ഓക്കെ. ദെൻ ദിസ് വൈറസ് ഫോർ ദ ഫസ്റ്റ് ടൈം വാസ് സിന്തസൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് നോൺ ലിവിങ് ക്രിസ്റ്റൽസ്. ഈ വൈറസ് അവരാദ്യമായിട്ട് സിന്തസൈസ് ചെയ്ത് വരുന്നതേ ഒരു നോൺ ലിവിങ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആയിട്ടായിരിക്കും. ഈ കൂട്ടത്തിൽ ഏതാണ് അങ്ങനെ സിന്തസൈസ് ചെയ്യുന്നത്? പോക്സ് വൈറസ്, ഫ്ലൂ വൈറസ്, ടൊബാക്കോ മൊസൈക്ക് വൈറസ്, ബാക്ടീരിയോഫേജ്. ആൻസർ എന്ന് പറയുന്നത് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. അവരെ ഫസ്റ്റ് സിന്തസൈസ് ചെയ്യുന്നതേ ക്രിസ്റ്റലൈൻ ഫോമിലായിരിക്കും. ദെൻ ടെറ്റനസ് germs പ്രൊഡ്യൂസ് എ ടോക്സിൻ. ഇറ്റ് അഫക്ട്സ് ജോ ബോൺസ്, involuntary muscles, voluntary muscles, both voluntary and involuntary muscles. ആൻസർ voluntary muscles ആണ്. ടെറ്റനസ് ഉണ്ടാക്കുന്ന ടോക്സിൻസ് അഫക്റ്റ് ചെയ്യുന്നത് വോളുവൻട്രി മസിൽസിലാണ്. ദെൻ മോസ്റ്റ് ടൈപ്പ് ഓഫ് വൈറസ് പാർട്ടിക്കിൾസ് ഷോ വിച്ച് ടൈപ്പ് ഓഫ് സിമെട്രീസ്. ഒരുപാട് സിമെട്രി ഉണ്ട്. സർക്കിൾ, സ്ഫിയർ ഷേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ റോഡ് ഷേപ്പ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് സിമെട്രീസ് ഈ വൈറസ് പാർട്ടിക്കിൾസിൽ കാണപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മോസ്റ്റ് കോമൺ ഏതാണെന്ന് ചോദിച്ചാൽ കുബോയിഡ് ആൻഡ് ഹെലിക്കൽ സിമെട്രിയാണ് ഏറ്റവും മോസ്റ്റ് ആയിട്ട് എല്ലാവരിലും കൂടുതൽ വൈറസിലും കാണുന്നത്. ഓക്കെ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡിസിൻഫെക്റ്റൻറ്റ് ഈസ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് വൈറസസ്? ഹൈഡ്രജൻ പെറോക്സൈഡ്, ഹൈപ്പോക്ലോറൈറ്റ്, ഫോർമാൽഡിഹൈഡ്, ഓൾ ഓഫ് ദിസ്. ഇവയെല്ലാം തന്നെ നമുക്ക് വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിസിൻഫെക്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ reverse transcriptase is useful enzyme to have when an RNA virus converts to RNA to DNA. There are no host cells present. Then nutrients are scarce. Then spikes are forming in the new virus. ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം എങ്ങനെയാണ് യൂസ്ഫുൾ എൻസൈം ആവുന്നത്? ആൻ RNA virus reverts to RNA to DNA. അതാണ് ആൻസർ. Then when a virus enters a cell but does not replicate immediately, the situation is called lysogeny, fermentation, symbiosis, synergism. ഒരു വൈറസ് ഒരു ബോഡിയിൽ കയറി പക്ഷേ അവർ ഇമ്മീഡിയറ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല, അവരവിടെ തന്നെ ഇരിക്കുകയാണ്. അവർ ആ ബാക്ടീരിയ സെല്ല് പൊട്ടിച്ച് പുറത്ത് വരുമോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അവിടെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് പെട്ടെന്ന്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ലൈസോജനി എന്ന് പറയുന്നത്. ദെൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഇൻഫെക്ഷൻ ഓഫ് എ ഹോസ്റ്റ് ബാക്ടീരിയൽ സെൽസ് ബൈ എ ഫേജ്. ഒരു ബാക്ടീരിയൽ ഹോസ്റ്റ് സെല്ലെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്?
അഡ്സോപ്ഷൻ, അബ്സോപ്ഷൻ, പെനിട്രേഷൻ, റെപ്ലിക്കേഷൻ. ആൻസർ എന്ന് പറയുന്നത് അഡ്സോപ്ഷൻ. അഡ്സോപ്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ബാക്ടീരിയോഫേജ് ബാക്ടീരിയൽ സെൽസിനെ ഫസ്റ്റ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. Then, the envelope of which of the following viruses is derived from the host cell nucleus? ഹോസ്റ്റ് സെൽ ന്യൂക്ലിയസിൽ നിന്ന് ചില വൈറസസ് ആണെങ്കിൽ അവയുടെ എൻവലപ്പ് ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വൈറസ് ഇക്കൂട്ടത്തിൽ ഏതാണ്? പാരാമൈലോക്സോ വൈറസസ്, റിട്രോ വൈറസസ്, ഓർത്തോമിക്സോ വൈറസസ്, ഹെർപ്പസ് വൈറസസ്. ആൻസർ എന്ന് പറയുന്നത് ഹെർപ്പസ് വൈറസ് ആണ്. Then, a change from lysogeny to lysis is generally induced by ultraviolet light, chemicals, irradiation, all of this. ലൈസോജനി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇമ്മീഡിയറ്റ് ഒരു ഫേജ് പാർട്ടിക്കിൾസ് ഈ ഒരു ബാക്ടീരിയ സെൽസിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ്ലി റെപ്ലിക്കേഷൻ നടക്കുന്നില്ല എന്നാണെങ്കിൽ അതിനെ ലൈസോജനി എന്നാണ് പറയുന്നത്. ആ ഒരു കണ്ടീഷനിൽ നിന്ന് ലൈസിസിലോട്ട് പോകുന്ന ആ ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്തുപയോഗിക്കുമ്പോഴാണ് ആ ചേഞ്ച് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അൾട്രാവയലറ്റ് ലൈറ്റ് നമുക്ക് യൂസ് ചെയ്താൽ ലൈസോജനിയിലിരിക്കുന്ന ആ ഒരു ബാക്ടീരിയ സെല്ല് നമുക്ക് ലൈസിസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ലൈറ്റിക് ഫേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ്, വൈറസിൻ്റെ ഷേപ്പ്. ഒരുപാട് സിമെട്രി ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 4 എണ്ണമാണ് ഹെലിക്കൽ ഷേപ്പ്, പോളിഹീഡ്രൽ ഷേപ്പ്, സ്ഫെറിക്കൽ ഷേപ്പ്, ദെൻ കോംപ്ലക്സ് ഷേപ്പ്. ഇവിടെ ടൊബാക്കോ മൊസൈക്ക് വൈറസ് എന്നൊക്കെ പറയുന്നത് ഹെലിക്കൽ ഷേപ്പാണ്. പോളിഹീഡ്രൽ ഷേപ്പ് ആയിരിക്കും അഡിനോ വൈറസിനൊക്കെ. സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും ഇൻഫ്ലുവൻസ വൈറസ്, അതുപോലെ HIV, കൊറോണ വൈറസ് എന്നൊക്കെ പറയുന്നത് സ്ഫെറിക്കൽ വൈറസ് ആണ്. ദെൻ കോംപ്ലക്സ് വൈറസ് ആണ് ഈ പറയുന്ന ബാക്ടീരിയോഫേജ് ഒക്കെ വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ സ്ട്രക്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്ഫെറിക്കൽ ആയിട്ടുള്ള ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV വൈറസ് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. അവയുടെ പുറത്ത് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവയുടെ RNA ആയിരിക്കും അവയുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബാക്ടീരിയോഫേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഹെഡും ടെയിൽ ഫൈബേഴ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഹെഡിനകത്ത് DNA ആയിരിക്കും ഉള്ളത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട്. ദെൻ ഇൻഫ്ലുവൻസ വൈറസ്, കൊറോണ വൈറസ് എന്നൊക്കെ പറയുന്നത് അവയുടെ ഉള്ളിൽ RNA ആയിരിക്കും ഉള്ളത്. RNA വൈറസസ് ആണ് ഇവരൊക്കെ. ദെൻ അവയുടെ പുറത്ത് ഒരു പ്രോട്ടീൻ കവറിങ് ഉണ്ട്, അതിനെ ക്യാപ്സിഡ് എന്ന് പറയുന്നു. പിന്നെ ഗ്ലൈക്കോ പ്രോട്ടീൻ സ്പൈക്സ് ഉണ്ട് ഇവരുടെ പുറത്ത്. ദെൻ അഡിനോ വൈറസ് എന്ന് പറയുന്നത് പോളിഹീഡ്രൽ വൈറസ് ആണ്. ദെൻ ടൊബാക്കോ മൊസൈക്ക് വൈറസ് എന്ന് പറയുന്നത് ഹെലിക്കൽ വൈറസ് ആണ്. ദെൻ എബോള വൈറസ്, അതും ഈ പറഞ്ഞ പോലെ ഹെലിക്കൽ ഷേപ്പാണുള്ളത്. ദെൻ ലാസ്റ്റ് ലൈറ്റിക് ആൻഡ് ലൈസോജനിക് സൈക്കിൾ. ഫസ്റ്റ് ലൈറ്റിക് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഒരു ബാക്ടീരിയോഫേജ് ഒരു ബാക്ടീരിയൽ സെല്ലിലോട്ട് ഇൻഫെക്റ്റ് ചെയ്യുന്നു. ഈ അഡ്സോപ്ഷൻ വഴി ഈ പറയുന്ന DNA അവർ ഈ ബാക്ടീരിയോഫേജിനുള്ളിലുള്ള DNA അവർ ഈ ബാക്ടീരിയ സെൽസിൻ്റെ ഉള്ളിലേക്ക് അവർ ഇൻജെക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ബാക്ടീരിയ സെല്ലിനകത്ത് ഈ ബാക്ടീരിയോഫേജിൻ്റെ DNA വന്നു കഴിഞ്ഞാൽ ഈ DNA എന്ത് ചെയ്യും? ആ ഒരു എൻറ്റയർ സെല്ലിൻ്റെ കൺട്രോൾ സ്വയമേ അങ്ങ് ഏറ്റെടുക്കും. എന്നിട്ട് ഈ പറയുന്ന ഹോസ്റ്റിൻ്റെ DNA ഫുള്ള് ഡൈജസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് DNA പാർട്സ് ആക്കി മാറ്റും. എന്നിട്ട് ഇവർ ഈ DNAയുടെ ഈ ന്യൂക്ലിയോടൈഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന ഫേജിൻ്റെ DNAയും അവിടെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഇവർ ഇതെല്ലാം കൂടി യൂസ് ചെയ്തിട്ട് ഇവർ ഈ പറഞ്ഞ അവൻ്റെ ഹെഡും ടെയിൽ റീജിയൻസും ഈ ബാക്ടീരിയോഫേജിൻ്റെ ഫേജ് പാർട്ടിക്കിൾസ് എല്ലാം ഫോം ചെയ്തിട്ട് ഫേജായിട്ട് ഒരുപാട് ഫേജ് ഇതിനകത്തുനിന്ന് ഉണ്ടാവും. ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ പറയുന്ന ബാക്ടീരിയൽ സെല്ല് പൊട്ടിച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവർ ഈ ബാക്ടീരിയോഫേജസ് എല്ലാം കൂടി പുറത്ത് കടക്കുകയും പിന്നെ ബാക്കി ബാക്ടീരിയൽ സെൽസിനെ കൂടി ഇൻഫെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആ ബാക്ടീരിയൽ സെൽസിനെ ബ്രേക്ക് ചെയ്ത് പുറമേ വരുന്നത് കൊണ്ടാണ് ഇതിനെ ലൈറ്റിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലൈസോജനിക് സൈക്കിൾ എന്ന് വെച്ചാൽ ഇവർ ഈ ബാക്ടീരിയയുടെ സൈക്കിൾ ഈ സെല്ലിനുള്ളിൽ കയറി എന്നിട്ട് ബാക്ടീരിയയുടെ ക്രോമസോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പാർട്ടായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നോൺ ഇൻഫെക്റ്റീവ് പ്രോഫേജ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ഈ ഹോസ്റ്റിൻ്റെ DNAയുടെ ഒരു പാർട്ടായിട്ട് അവരവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചില കണ്ടീഷൻസിൽ എന്നിട്ട് ഇവർ മാറി ഇരിക്കുകയും മുമ്പേ പറഞ്ഞ ലൈറ്റിക് സൈക്കിളിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് മീഡിയത്തിലുള്ള ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓരോ ഇൻഡ്യൂസേഴ്സൊക്കെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇവർ ലൈസോജനിൽ നിന്ന് ലൈറ്റിക്കിലേക്ക് ഒക്കെ പോകാനായിട്ടുള്ള
സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ലൈസോജനിക് സൈക്കിളിൽ ഇവർ ആ സെൽ വോൾ ബ്രേക്ക് ചെയ്യുന്നില്ല, അതിനുള്ളിൽ തന്നെ ഒരു പ്രോഫേജ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേത് അവർ പ്രോഫേജ് ഒന്നും ആവുന്നില്ല, അവർ കംപ്ലീറ്റ് ഈ ഹോസ്റ്റ് സെൽസിൻ്റെ DNA എല്ലാം യൂസ് ചെയ്ത് ഇവർ ഫേജിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഫോം ചെയ്ത് ഇവർ ആ സെൽസ് പൊട്ടിച്ച് പുറമേ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്